യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ദിലീപിന് ഇതിൽ കുടുക്കിയത്? അതായത് മഞ്ജു വാര്യരാണ് ആദ്യമായിട്ട് ദിലീപ് ക്രിമിനൽ ഗൂഢാലോചനയിൽ ഉണ്ടെന്ന് പറഞ്ഞത്. അവരെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ്? ശ്രീകുമാറാണ്. അതായത് ശ്രീകുമാർ എന്ന നിർമ്മാതാവ്, അതായത് സംവിധായകനായി വന്ന ആളാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചത്. ഈ ദിലീപുമായിട്ടുള്ള ബന്ധങ്ങൾ തകർക്കാൻ ഒരു പരിധിവരെ പ്രവർത്തിച്ചതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രീകുമാറാണ്. അദ്ദേഹം ഇവരെ മെല്ലെ ട്രാപ്പ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ പറയണം, ഞാൻ ബാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ കൈകാര്യം ചെയ്തോളാം, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ നല്ല ബന്ധമാണ് എന്ന്. ദിലീപ് ഇല്ലാത്ത സമയത്ത് ഈ മഞ്ജു വാര്യരുടെ വീട്ടിൽ, ദിലീപിൻ്റെ വീട്ടിൽ തന്നെ ഈ ശ്രീകുമാർ വന്ന് സോഫയിലൊക്കെ ഇരുന്ന് ഇവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അങ്ങനെ ദിലീപിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ തന്നെ ശ്രീകുമാർ ട്രാപ്പ് ചെയ്ത് കൊണ്ട് ഈ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ അവസാനം ഈ കേസിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി അതിൽ സാക്ഷിയായിരുന്നു അതിൽ ശ്രീകുമാർ. എന്നാൽ രാമൻപിള്ള ശ്രീകുമാറിനെ മനഃപൂർവ്വം ഒഴിവാക്കി. കാരണം പിന്നീട് ദിലീപ് ഒരു ശ്രീകുമാർ വലിയ തട്ടിപ്പുകാരനാണെന്നും കല്യാണം കഴിക്കാതെ പീഡനങ്ങളൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് മഞ്ജു വാര്യർ തന്നെ കേസ് എടുക്കേണ്ടി വന്നു. ആ ശ്രീകുമാറാണ് ഇങ്ങനെ ക്രിമിനൽ ഗൂഢാലോചന സംഭവം മഞ്ജു വാര്യരെ കൊണ്ട് പറയിപ്പിച്ചതും പ്രവർത്തിപ്പിച്ചതും.